ഹായ് ഓൾ, നമ്മുടെ ബിഗ് ഡാറ്റ ടെക്നോളജീസിൻ്റെ മൊഡ്യൂൾ 2ലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതിൽ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് ബിഗ് ഡാറ്റ സ്റ്റോറേജ് കൺസെപ്റ്റും ബിഗ് ഡാറ്റ പ്രോസസ്സിംഗ് കൺസെപ്റ്റുമാണ്. മെയിൻലി ബിഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഡാറ്റ സെറ്റുകൾ സ്റ്റോർ ചെയ്യണം, പിന്നെ അത് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിഗ് ഡാറ്റ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലോട്ട്സ് ഓഫ് ഡാറ്റ സെറ്റ്സ് അല്ലേ, അത് നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിങ്ങും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മെയിൻലി സ്റ്റോറേജിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. നമ്മളത് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയിട്ടുണ്ട്, വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു സിനാരിയോ ഉണ്ട് നമ്മൾ ആ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ബേസിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗ് ഡാറ്റ ഡാറ്റ സെറ്റുകളെ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അഥവാ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റോർ ചെയ്തു എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് സിസ്റ്റത്തിൽ സെയിം ഡാറ്റ സെറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, പിന്നെ ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അഥവാ നമ്മൾ ഒരു സിസ്റ്റം ഫെയിലിയർ ആയാലും നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ ഡാറ്റ ഒരിക്കലും നമുക്ക് ലോസ് ആവാൻ പാടില്ല. ഓക്കെ, സോ often in multiple copies, innovative storage strategies and technologies have been created to achieve cost-effective and highly scalable storage solution. So, different data setനെ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ടാസ്ക് ആണ് ഇൻ ബിഗ് ഡാറ്റ ടെക്നോളജീസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സ്റ്റോറേജ് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ കൺസെപ്റ്റുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ഫയൽ സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. എന്താണ് ഫയൽ സിസ്റ്റം എന്നോട് ഉദ്ദേശിക്കുന്നത്? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമായിട്ട് അതെങ്ങനെ മാറുന്നു? NoSQL, ഷാർഡിംഗ് ആൻഡ് റെപ്ലിക്കേഷൻ, ക്യാപ് തിയറം, ആസെറ്റ് ആൻഡ് ബേസ്. ഇത്രയും കൺസെപ്റ്റുകൾ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബിഗ് ഡാറ്റ സ്റ്റോറേജ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഏതാണ്? ക്ലസ്റ്റേഴ്സ്. ഓക്കെ, സോ വാട്ട് ഈസ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നമുക്കറിയാം, വി ആർ സ്റ്റോറിങ് ഇൻ ഡിഫറെന്റ് കമ്പ്യൂട്ടർ അല്ലെ. ഡാറ്റ സെറ്റ്സിന് ഒരുപാട് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ കളക്ഷൻ ഓഫ് സെർവേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടൈറ്റ്ലി കപ്പിൾഡ്. എല്ലാ സെർവറും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ടൈറ്റ്ലി കപ്പിൾഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ദ സെർവേഴ്സ് യൂഷ്വലി ഹാവ് ദ സെയിം ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 2 3 4 5 6 7 8 സെർവേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈറ്റ്ലി കപ്പിൾ ചെയ്തിട്ട് നമ്മൾ ഒരൊറ്റ നെറ്റ്വർക്ക് ആയിട്ട് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ഇറ്റ് വർക്ക് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇതിപ്പോ നമ്മൾക്കിപ്പോ ക്ലസ്റ്റർ 1 എന്ന് പറയാം. അപ്പൊ ഇതിലുള്ളത് എല്ലാം ഒരു ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ ആവും. അപ്പൊ എത്രയാണ് മെമ്മറി ഉള്ളത്, ഏത് പ്രൊസസ്സറാണ്, എല്ലാത്തിനും മെമ്മറി പ്രൊസസ്സർ ഒക്കെ ഉണ്ടാവും. അതൊക്കെ സെയിം ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ ആവും. ഈച്ച് നോഡ് ഇൻ ദ ക്ലസ്റ്റർ ഹാസ് ഇറ്റ്സ് ഓൺ ഡെഡിക്കേറ്റഡ് റിസോഴ്സസ്. സ്വന്തമായിട്ട് മെമ്മറി ഉണ്ടായിരിക്കും, പ്രൊസസ്സർ ഉണ്ടായിരിക്കും, ഹാർഡ് ഡ്രൈവ് ഉണ്ടായിരിക്കും. ഓക്കെ, സേവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പ്രോസസ് ചെയ്യാനുള്ള പ്രൊസസ്സർ എല്ലാം ഉണ്ടായിരിക്കും. എ ക്ലസ്റ്റർ ക്യാൻ എക്സിക്യൂട്ട് എ ടാസ്ക് ബൈ സ്പ്ലിറ്റിംഗ് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദെയർ എക്സിക്യൂഷൻ ഓൺ ടു ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ബീയിങ് ടു ദ ക്ലസ്റ്റർ. അപ്പൊ നമ്മൾക്കൊരു ബിഗ് ഡാറ്റയുടെ ഡിഫറെന്റ് ഡാറ്റ സെറ്റ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു പെർട്ടിക്കുലർ സിനാരിയോ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഒരു ബിഗ് ടാസ്ക് വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഈ ഒരു ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ ടാസ്കും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെർവേഴ്സ് അത് വർക്ക് ആസ് എ നെറ്റ്വർക്ക് വർക്ക് ആസ് എ സിംഗിൾ യൂണിറ്റ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ക്ലസ്റ്റേഴ്സുകൾ കൂടിയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു വലിയ ഏതെങ്കിലും രീതിയിലുള്ള ഡാറ്റയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് അനലൈസ് ചെയ്യാൻ പോകുന്നെങ്കിൽ, ബിഗ് ഡാറ്റയാണ് ചെയ്യാൻ പോകുന്നെങ്കിൽ, ലോട്ട്സ് ഓഫ് ക്ലസ്റ്റർ വി ആർ യൂസിങ് ഫോർ ദാറ്റ് പർപ്പസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വി ആർ കോൾഡ് ക്ലസ്റ്റേഴ്സ്. നെക്സ്റ്റ് നമുക്ക് അറിയുന്ന തന്നെയാണ് ഫയൽ സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. അഥവാ നോർമലി നമ്മുടെ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിലും അതിൽ നമ്മൾ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫയൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ ആ ഫയൽ സിസ്റ്റം എന്നാൽ ആക്ച്വലി വാട്ട് ഇസ് ഫയൽ സിസ്റ്റം? ഇപ്പൊ നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മുടെ ഫയൽസ് എല്ലാം ഏതൊരു ഹയറാർക്കി വെച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളതിന്റെ പല ഡ്രൈവുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ ഫോൾഡേഴ്സ് വെച്ചിട്ടുണ്ടാകും. ഫോൾഡേഴ്സിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഹയറാർക്കി വെച്ചിട്ടാണ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് എ ഫയൽ സിസ്റ്റം ഈസ് ദ മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ഡാറ്റ ഓൺ എ സ്റ്റോറേജ് ഡിവൈസ് സച്ച് ആസ് ഫ്ലാഷ് ഡ്രൈവ്. ഇപ്പൊ നമ്മൾ ഫ്ലാഷ് ഡ്രൈവിലാണെങ്കിൽ ഒരു DVD-യിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നെയിം വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ അതിന്റെ ഒരു സബ്ജക്ട് ബേസ്ഡ് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അതിൽ ഫയൽസുകൾ സേവ് ചെയ്യും. ആ രീതിയിൽ ഒരു സിസ്റ്റത്തിൽ എങ്ങനെ
അല്ലെ ഹാർഡ് ഡ്രൈവിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഒരു ബിഗ് ഡാറ്റയിൽ ഇപ്പോൾ നമ്മൾ ഫയൽ സിസ്റ്റം എങ്ങനെയാണ് ഈ ഒരു രീതി, ഇപ്പോൾ ഹാർഡ് ഡ്രൈവിന്റെ ഒരു പിക്ചർ പോലെയാണ് CDOന്, എന്നിട്ട് ഇതൊക്കെയാണ് ഇങ്ങനെ ഫോൾഡർ ഹയറാർക്കി ആയിട്ട് ഒരു ട്രീ സ്ട്രക്ചർ പോലെയാണ്. ഇതാണ് നമ്മളൊരു ഫയൽ സിസ്റ്റം ഡിനോട്ട് ചെയ്യുന്ന ഒരു ഇമേജ് ആണത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് കണ്ടാൽ നമുക്കറിയാം ദിസ് ഇസ് ദ വൺ ഫയൽ സിസ്റ്റം ഓഫ് എ ബിഗ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം. അപ്പോൾ ഒരു ഫയൽ സിസ്റ്റത്തിന്റെ ഒരു പിക്ചറാണത്. ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫയൽ സിസ്റ്റം ദാറ്റ് ക്യാൻ സ്റ്റോർ ലാർജ് ഫയൽസ് സ്പ്രെഡ് അക്രോസ് ദ നോഡ് ഓഫ് എ ക്ലസ്റ്റർ. അപ്പോൾ ഇതൊരു ക്ലസ്റ്റർ നോഡാണ്, ഒരു ക്ലസ്റ്റർ ആണ്. അപ്പോൾ ഇതിലെന്തുണ്ട്, ഇതിലുള്ള സെർവേഴ്സ് എല്ലാം ടൈറ്റ്ലി ത്രൂ എ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഫയൽസ് എല്ലാം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നോർമലി നമ്മളിപ്പോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഓൾ ദിസ് ആർ ഡിഫറെന്റ് സിസ്റ്റംസ്. ഇപ്പൊ ഈ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇതൊരു ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ഒരു പ്രൊസസർ ഉണ്ടായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും, ഹാർഡ് ഡ്രൈവ് ഉണ്ടായിരിക്കും, ഇവിടെ അടുത്തതുണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിതൊരു ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ അതിനെ മെയിൻ ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഔട്ട്സൈഡ് ദ ക്ലസ്റ്റർ നമ്മൾ നോക്കുമ്പോൾ ദിസ് ഇസ് ടുഗദർ ഇറ്റ് ഇസ് ആക്ട് ആസ് എ വൺ കമ്പ്യൂട്ടർ, ഒരു വൺ ഫോൾഡർ. ഇതൊരു ഫോൾഡർ പോലെ അത് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഈ ഇതൊരു ബിഗ് ഫോൾഡർ ആണ്. ആ ബിഗ് ഫോൾഡറിന്റെ അണ്ടറിലായിട്ട് 8 അതർ ഫോൾഡേഴ്സ് ആർ ദ, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എഗെയിൻ അതർ ഒരു ഹയറാർക്കി പോലെ കുറെ വീണ്ടും ഫോൾഡേഴ്സ് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആക്ച്വലി ഇതെല്ലാം എന്താണ്, ഡിഫറെന്റ് സെർവേഴ്സ് ആണ്. നമ്മൾക്ക് കാണുമ്പോൾ ഇതെന്താണ്, എല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ കാണുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ലോജിക്കലി അങ്ങനെയാണെങ്കിലും ഫിസിക്കലി ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡിഫറെന്റ് കമ്പ്യൂട്ടറിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ഗൂഗിൾ ഫയൽ സിസ്റ്റം ആൻഡ് ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ബിഗ് ഡാറ്റ സ്റ്റോറേജ്. ഹഡൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ആർക്കിടെക്ചറും എല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. നോർമൽ ഫയൽ സിസ്റ്റം മീൻസ് ഇൻ വൺ സിസ്റ്റം. ഒരു ലോക്കലി ഒരു സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഫയൽ സിസ്റ്റം സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, അതിനെയാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുക. അത് ഒരു ക്ലസ്റ്ററിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഫയൽ സിസ്റ്റം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ബിഗ് ഡാറ്റ സ്റ്റോറേജ് കൺസെപ്റ്റ് ആണ് NoSQL. NoSQL എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി SQL അല്ലെങ്കിൽ NoSQL. ഓക്കെ, അഥവാ നമ്മളുടെ നോർമലി നമ്മൾ SQL നമുക്കറിയാം, വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് നമ്മുടെ DBMS ആൻഡ് അത് വെച്ചിട്ട് ക്വറി യൂസ് ചെയ്തിട്ട് SQL ക്വറി യൂസ് ചെയ്തിട്ട് അത് മാനേജ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ നമ്മൾക്ക് അത് എന്താണ്, എങ്ങനെയാണ് ആ ഒരു ടേബിൾ സ്ട്രക്ചർ ഉണ്ടാവുക, അതിനൊക്കെ ഒരു കറക്റ്റ് ടേബിൾ സ്ട്രക്ചറും എങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വറി എഴുതാൻ പറ്റും. ആ ക്വറി എഴുതിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് റിലേഷണൽ ഡാറ്റാബേസിൽ. ഇത് നോൺ റിലേഷണൽ ഡാറ്റാബേസ് ആണെങ്കിൽ, അഥവാ എല്ലാം ഈ ഒരു ടേബിൾ സ്ട്രക്ചറിൽ ആവണം എന്നില്ല, ഒരു ഫുള്ളി സ്ട്രക്ചേർഡ് ഫോർമാറ്റിലല്ല ഡാറ്റ ഉണ്ടാവുന്നെങ്കിൽ ദാറ്റ് ഈസ് വി ആർ കോൾഡ് ഇറ്റ് ആസ് നോൺ റിലേഷണൽ ഡാറ്റാബേസ്. അതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ഡാറ്റാബേസിനെയാണ് നമ്മൾ നോട്ട് ഓൺലി SQL ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അഥവാ SQL മാത്രം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പല കാര്യങ്ങളും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് SQL ക്വറീസ് വെച്ച് ചെയ്യാം, അല്ലാത്തത് വേറെ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. So it is highly scalable, fault tolerant and specifically designed to house semi-structured and unstructured data. Structured data നമുക്ക് നോർമലി SQL വെച്ചിട്ട് ചെയ്യാം. ഇനി സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ നമുക്ക് ഒരിക്കലും ഒരു SQL ക്വറി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വേറെ രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പൊ അതെന്താണ്, NoSQL ഡാറ്റാബേസ് ഓഫൺ പ്രൊവൈഡ്സ് ആൻ API ബേസ്ഡ് ക്വറി ഇന്റർഫേസ്. അഥവാ നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നോൺ സ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ആയിട്ട് ഒരു API, ഒരു ഫോം ബേസിൽ നമുക്കത് ആക്സസ് ചെയ്തിട്ട് അതിലൊക്കെ നമുക്ക് ഏതെങ്കിലും API ബേസ്ഡ് ക്വറി എഴുതുക, SQL ക്വറി അല്ല, എഴുതിയിട്ട് ആ ഒരു ആപ്ലിക്കേഷന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോർമലി SQL ക്വറി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇഫ് സ്ട്രക്ചേർഡ് ഡാറ്റാസ് ആർ ദ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബിഗ് ഡാറ്റയിൽ നമ്മൾ ഓൺലി സ്ട്രക്ചേർഡ് ഡാറ്റ അല്ല ഉണ്ടാവുക. സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടായിരിക്കും, സെമി സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടായിരിക്കും, അൺസ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്ട്രക്ചേർഡ് ഡാറ്റ മാത്രം ഹാൻഡിൽ ചെയ്താൽ പോരാ, അതിന് നമ്മൾ എന്ത് ചെയ്യാം, വി ക്യാൻ യൂസ് SQL. അതർവൈസ് സെമി സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ഒക്കെ നമ്മൾ API ബേസ്ഡ് ഡിഫറെന്റ് ഒരു ഇന്റർഫേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേറെ രീതിയിൽ നമുക്ക് ക്വറി എഴുതി ചെയ്യാൻ പറ്റും. അപ്പൊ അതെല്ലാം ടുഗദർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് NoSQL. ദാറ്റ് ഈസ് നോട്ട് ഓൺലി SQL മാത്രമല്ല ഡാറ്റാബേസിനെ
നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ NoSQL databases also support query languages other than structured query language SQL, because SQL was designed to query structured data stored within a relational database. ഓക്കെ, ഒരു റിലേഷൻ ഡാറ്റാബേസിന് മാത്രമേ നമുക്ക് SQL വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ടുഗെദർ രണ്ടും കൂടെ വെച്ചിട്ട് ചെയ്യുന്ന ആ ഡാറ്റാബേസിനെയാണ് വി ആർ കോൾ ഇറ്റ് ആസ് NoSQL. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ഭാവിയിൽ ബിഗ് ഡാറ്റ സ്റ്റോറേജ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ NoSQL ഡാറ്റാബേസുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അനദർ ബിഗ് ഡാറ്റ സ്റ്റോറേജ് കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇസ് ഷാർഡിങ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാ സെറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ അണ്ടറിൽ വരുന്ന വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഷാർഡിങ് എന്ന് പറയുന്നത്. ഷാർഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഹൊറിസോണ്ടലി പാർട്ടീഷനിങ് എ ലാർജ് ഡാറ്റാ സെറ്റ് ഇൻ ടു എ കളക്ഷൻ ഓഫ് സ്മോളർ മോർ മാനേജബിൾ ഡാറ്റാ സെറ്റ് കോൾഡ് ഷാർഡ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിലൊരു ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്മോൾ ആക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ പാർട്ടാക്കിയിട്ട് ഡിഫറെന്റ് നോഡിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഒരു ക്ലസ്റ്ററിൽ തന്നെയുള്ള ഡിഫറെന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷാർഡിങ് എന്ന് പറയുക. അങ്ങനെയുള്ള ഓരോ നോഡിനെയാണ് നമ്മൾ ഷാർഡ്സ് എന്ന് പറയാം. ഓക്കെ, ദ ഷാർഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് മൾട്ടിപ്പിൾ നോഡ്സ്. ഇങ്ങനെ നമ്മൾ പീസ് ആക്കി വെക്കുന്ന ഷാർഡ്സിനെയാണ് വി വിൽ ഡിസ്കസ് വിത്ത് എക്സാമ്പിൾ. അത് നമുക്ക് പോയിന്റ് നോക്കാം. വേർ എ നോഡ് ഇസ് എ സെർവർ ഓർ എ മെഷീൻ. ഒരു നോഡിനെ നമ്മൾ എന്താ പറയാ, ഒന്നുകിൽ ഒരു മെഷീൻ, ഒരു സിസ്റ്റം ആയിരിക്കും, സെർവർ ആവാനും സാധ്യതയുണ്ട്. ഈച്ച് ഷാർഡ് is stored on a separate node and each node is responsible for only the data stored on it. Each shard shares the same schema and all shards collectively represent the complete data set. നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഡാറ്റ സെറ്റിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ID, നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിലിപ്പോൾ 4 ഡീറ്റെയിൽസ് ഉണ്ട്, 4 റോ ഉണ്ട് ഈ ഒരു ടേബിളിൽ. അപ്പൊ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്, സ്മോളർ പീസ് ആക്കി മാറ്റാണ്. അപ്പൊ ഇത് മാറ്റുമ്പോൾ നമ്മൾ 2 റെക്കോർഡ്സിനെ നമ്മൾ നോഡ് A എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് കൊടുത്തു, അഥവാ ഷാർഡ് A. ഈ ഒരു പീസിനാണ് നമ്മൾ 1 ഷാർഡ് എന്ന് പറയാം. അടുത്ത 2 ഈ നോഡ് B, ഷാർഡ് Bയിലേക്കും കൊടുത്തു. അപ്പൊ നമ്മൾ ഇനി ഈ ഫസ്റ്റ് 2 റെക്കോർഡ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ വി ആർ കോണ്ടാക്ടിങ് ടു അവർ നോഡ് A, അതർവൈസ് വി ആർ കോണ്ടാക്ടിങ് ടു നോഡ് B. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറെന്റ് നോട്ട്സിലേക്ക് സ്റ്റോർ ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് ഷാർഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, അപ്പൊ നമ്മളിപ്പോ ഒരു യൂസർ വന്നിട്ട് ഒന്നുകിൽ റൈറ്റ് ചെയ്യണം, റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റത്തെ ID വെച്ചിട്ടാണ് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോഡ് എനെ കോണ്ടാക്ട് ചെയ്യും. നോഡ് എ വെച്ചിട്ട് ID 1 ഡീറ്റെയിൽസിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. യൂസറെ ആവശ്യമുള്ളത് നമ്മൾ കണ്ടു, യൂസറെ പോകും. ഇനി റൈറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താണ്, ഈ ഒരു ഫസ്റ്റ് ID നമുക്ക് ഇപ്പൊ ഈ പേര് വേറെ എന്തെങ്കിലും ബോബിന്നോ അങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ എന്ത് ചെയ്യും, റൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഈ ഒരു കോപ്പി ഇവിടെ തന്നെയുള്ളൂ, അതുകൊണ്ട് ഇനി വേറെ ഏതെങ്കിലും നോട്ടിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഓരോരോ പർട്ടിക്കുലർ ഒരു പീസ് ഓഫ് ഡാറ്റാസ്, ആ ഡാറ്റാ സെറ്റിലുള്ള ഡിഫറെന്റ് ഡാറ്റാസിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് നോഡ്സിലേക്ക് ഇങ്ങനെ മാറ്റി നമ്മൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷാർഡിങ് എന്ന കൺസെപ്റ്റ് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മൾ എല്ലാം ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെർവറിലാണെങ്കിൽ അതിനെ എല്ലാവരും കൂടെ അതിലേക്ക് ആക്സസ് ചെയ്യാൻ പോകുമ്പോൾ ട്രാഫിക് കൂടുതലാവും, നെറ്റ്വർക്കിൽ ട്രാഫിക് കൂടുതലാവും, നമുക്ക് ആക്ച്വൽ കറക്റ്റ് ഡാറ്റയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഷാർഡിങ് വെക്കുമ്പോൾ ഡിഫറെന്റ് കമ്പ്യൂട്ടേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമുക്ക് ഡാറ്റ ഈസിലി വി ക്യാൻ ആക്സസ് ദ ഡാറ്റ ഓർ വി ക്യാൻ എഡിറ്റ് ദ ഡാറ്റ. ഓക്കെ, സോ ദാറ്റ് ദ കൺസെപ്റ്റ് ഇസ് ഷാർഡിങ്. അതുപോലെയുള്ള വേറെ കൺസെപ്റ്റ് ആണ് റെപ്ലിക്കേഷൻ. നമ്മൾ ഷാർഡിങ് ആണെങ്കിൽ നമ്മളൊരു സ്മോളർ പീസ് ആക്കിയിട്ട്, ഇപ്പൊ നമ്മുടെയുള്ള ഡാറ്റ സെറ്റിനെ 2 പീസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പീസിനെ ഒരു നോഡിലേക്കും മറ്റേ പീസിനെ മറ്റേ നോഡിലേക്കുമാണ് സേവ് ചെയ്യുന്നത്. പക്ഷെ റെപ്ലിക്കേഷൻ അങ്ങനെയല്ല, പേര് പോലെ തന്നെ റെപ്ലിക്കേഷൻ സ്റ്റോഴ്സ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡാറ്റ സെറ്റ് നോൺ ആസ് റെപ്ലിക്കാസ് ഓൺ മൾട്ടിപ്പിൾ നോഡ്സ്. അഥവാ സെയിം കോപ്പി തന്നെ നമ്മൾ നോഡ് എയിലും നോഡ് ബിയിലും സേവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, റെപ്ലിക്കേഷൻ പ്രൊവൈഡ് സ്കേലബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ സെയിം ഡാറ്റ ഈസ് റെപ്ലിക്കേറ്റഡ് ഓൺ വേരിയസ് നോഡ്സ്. ഇവിടെ എന്താണ്, നമുക്ക് നോക്കുകയാണെങ്കിൽ ഹൈലി അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ നോഡ് എ ബിസി ആണെങ്കിൽ നോഡ് ബിയിലും എല്ലാ ഡാറ്റയും ഉണ്ട്. പക്ഷെ ഷാർഡിങ്ങിന്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. നോഡ് എയിൽ കുറച്ച് ഡാറ്റ ഉണ്ടെങ്കിൽ അത് നോഡ് ബിയിലില്ല. ഇനി നോഡ് ബിയിലുള്ള ഡാറ്റ എന്താണ്, നോഡ് എയിലില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെയിം ഡാറ്റ നോഡ് എയിലും നോഡ് ബിയിലും ഉണ്ടായിരിക്കും. ആൻഡ് ഫോൾട്ട് ടോളറൻസ് അഥവാ
നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, നോഡ് എയും നോഡ് ബിയും പോയി എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ. അപ്പം നമ്മളിപ്പോൾ ഒരു ഐഡിയുടെ നെയിം ഇവിടെ ബോബി എന്നാക്കുകയാണെങ്കിൽ ഇവിടെ ബോബി എന്നാക്കി ഇവിടെ ബോബി ആക്കാൻ മറന്നാൽ നമ്മളുടെ കൺസിസ്റ്റൻസി മിസ്സാവും. അപ്പം അത് ചെയ്യാൻ പാടില്ല. ഫോൾട്ട് ടോളറൻസ് ഇസ് ഓൾസോ അച്ചീവ്ഡ് സിൻസ് ഡാറ്റ റിഡൻഡൻസി എൻഷുവേഴ്സ് ദാറ്റ് ഡാറ്റ ഈസ് നോട്ട് ലോസ്റ്റ് വെൻ ആൻ ഇൻഡിവിജ്വൽ നോഡ്സ് ഫെയിൽസ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇവിടെ എഡിറ്റ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യണം. കാരണം എപ്പോഴെങ്കിലും നോഡ് ബി ഫെയിൽ ആവുകയാണെങ്കിൽ എല്ലാ കറക്റ്റ് ഡാറ്റയും നോഡ് എയിലും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ സെയിം കോപ്പീസ് തന്നെ ഡിഫറെന്റ് സിസ്റ്റത്തിൽ നോഡ്സിൽ നമ്മൾ സേവ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയാം. അതിൽ 2 സിനാരിയോ ഉണ്ട്. നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമറി സെക്കൻഡറി വേസിലും പിയർ ടു പിയർ വേസിലും നമ്മൾ റെപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഈസിയാണ്. ഇപ്പൊ പ്രൈമറി സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനെ നമ്മൾ പ്രൈമറി ആക്കി വെക്കും. പ്രൈമറി ഡിവൈസ് ആണ് ഫസ്റ്റ് നമ്മൾ, എന്നിട്ട് നമ്മൾ റെപ്ലിക്കാസ് 2 സെക്കൻഡറി ഡിവൈസിലേക്ക് സേവ് ചെയ്യും. അങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി സെക്കൻഡറി റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൈമറി ഡിവൈസിലും ഉണ്ടായിരിക്കും മോർ ദാൻ ഡിഫറെന്റ് റെപ്ലിക്കാസ് നമ്മൾ റെപ്ലിക്കാസ് 1 or 2 എക്സ്ട്രാ സെക്കൻഡറി ഡിവൈസിലും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു റോ ഇത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ എന്താണ് ബോബ് ആയിരുന്നു അതിനെ റോബാക്കി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറിയിലും അപ്ഡേറ്റ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, സെക്കൻഡറിയിലും അപ്ഡേറ്റ് ചെയ്യണം. 2 സെക്കൻഡറി ഉണ്ടെങ്കിൽ 2 സെക്കൻഡറിയിലേക്കും അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യാണ്. ഇപ്പോൾ 1 അപ്ഡേറ്റ് ചെയ്തു, ഈ നോഡ് എയിൽ സെക്കൻഡറി എയിൽ അപ്ഡേറ്റ് ചെയ്തു, ബിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ മിസ്സായി പോയെങ്കിൽ ഒരു യൂസർ വന്നിട്ട് ഈ സെക്കൻഡറി ബി വെച്ചിട്ടാണ് ഈ വാല്യൂ റീഡ് ചെയ്യുന്നത് എങ്കിൽ തെറ്റായ ഡാറ്റ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കുറെ ഇനി ഇഷ്യൂസ് ഉണ്ട്, വി ആർ ഡിസ്കസിങ് ലേറ്റർ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രൈമറിയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പം എല്ലാ സെക്കൻഡറി ഡിവൈസിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് പ്രൈമറി സെക്കൻഡറി റെപ്ലിക്കേഷൻ. നെക്സ്റ്റ് പിയർ ടു പിയർ. പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രൈമറി സെക്കൻഡറി ഹയറാർക്കി ഇല്ല, എല്ലാം ഒരു ലെവലിലാണ്. ഇപ്പൊ പിയർ എ, പിയർ ബി ആൻഡ് പിയർ സി എല്ലാത്തിലും ഒരേ ഡാറ്റ ഉണ്ടായിരിക്കും, എല്ലാം ഒരേ ലെവലിലായിരിക്കും. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും പോയി അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രൈമറി അല്ലെങ്കിൽ അതിന്റെ വാല്യൂ, അതിന്റെ ഒരു ലെവൽ ഹയറാർക്കി, ഫസ്റ്റ് പ്രൈമറി സെക്കൻഡറി എന്നുള്ള എല്ലാം ഒരേ ലെവലിലായിരിക്കും, എല്ലാ നോഡ്സും ഉണ്ടായിരിക്കുക. അതിനെയാണ് നമ്മൾ പിയർ ടു പിയർ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷാർഡിങ്ങും നോക്കി, റെപ്ലിക്കേഷൻ നോക്കി. അപ്പൊ നമ്മളുടെ ബിഗ് എയിം എന്താണ്, നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താവാൻ പാടില്ല, ലോസ് ആവാൻ പാടില്ല നമുക്ക്, അല്ലെ. നമ്മളിപ്പോ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട, കുറച്ച് പീസാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഷാർഡിങ്ങിൽ. അത് തന്നെ റെപ്ലിക്കേഷൻ ആണെങ്കിൽ സെയിം കോപ്പി തന്നെ മോർ ദാൻ ലോട്ട്സ് ഓഫ് ഡിവൈസസിൽ സേവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പല കൺസെപ്റ്റും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ. ഈ 2 കൺസെപ്റ്റും നമ്മൾ നേരത്തെ നോക്കിയ 2 കൺസെപ്റ്റും ടുഗെദർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതിലേക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു നോഡില് കറക്റ്റ് ഡാറ്റ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു ഇംപ്രൂവ് ഓൺ ദ ലിമിറ്റഡ് ഫോൾട്ട് ടോളറൻസ് ഓഫേർഡ് ബൈ ഷാർഡിങ്. അഥവാ ഷാർഡിങ്ങിൽ വരുന്ന ഫോൾട്ട് ടോളറൻസ് ഉണ്ടാവുമല്ലോ, വൈൽ അഡീഷണലി ബെനിഫിറ്റിംഗ് ഫ്രം ദ ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ആൻഡ് സ്കാലബിലിറ്റി ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അവൈലബിലിറ്റി സ്കാലബിലിറ്റി കൂടുതലാണ്, അല്ലെ. നമ്മൾ എന്തായാലും സെയിം ഡാറ്റ, ഫുൾ ഡാറ്റ എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഷാർഡിങ്ങിൽ അങ്ങനെയല്ല. ഒരു പീസ് ഒരു നോഡിലാണെങ്കിൽ ആ ഭാഗം പിന്നെ മറ്റേ നോഡിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫോൾട്ട് ടോളറൻസ് മിനിമം ചെയ്യാം. കാരണം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ നോക്കുകയാണ് ഷാർഡിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ, ബോബിനെ റോബ് ആക്കണമെങ്കിൽ ഇവിടെ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്തു, ഇവിടെ എഡിറ്റ് ചെയ്യാതെ തെറ്റായ ഡാറ്റ വരും എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ റെപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് രണ്ടിലും ആ ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടിലും പോയി എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. റെപ്ലിക്കേഷനാണ് ഫോൾട്സ് വരാൻ സാധ്യത കൂടുതലുള്ളത് ഈ എഡിറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ അവൈലബിലിറ്റിയും സ്കാലബിലിറ്റി നോക്കുമ്പോൾ റെപ്ലിക്കേഷനാണ് കൂടുതൽ. അപ്പം അങ്ങനെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാ നമ്മുടെ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ടും ചെയ്യുന്നു. ഇതില് പകുതി ഇപ്പതാ ഒരു 2 നോഡ് വെച്ചിട്ട് അവിടെ അതിൽ ഷാർഡിങ്ങും ചെയ്യുന്നു. ദാറ്റ് മീൻസ് പീസ് ആക്കിയിട്ട് രണ്ടിലും ഈ നോഡ് എയിലും നോഡ് ബിയിലും ചെയ്യുന്നു. അതുപോലെ റെപ്ലിക്കേഷൻ ആക്കിയിട്ട് മുഴുവൻ ഡാറ്റയും വേറൊരു സ്പേസിൽ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഷാർഡ് എ, ഷാർഡ് ബി എന്ന് പറഞ്ഞ ഇതും ഉണ്ടായിരിക്കും, റെപ്ലിക്ക എ ആൻഡ് റെപ്ലിക്ക ബി ഉണ്ടായിരിക്കും. അപ്പൊ റെപ്ലിക്ക എയിൽ നമ്മുടെ ഡാറ്റ സെറ്റിന്റെ ഫുൾ ഡാറ്റ ഉണ്ടായിരിക്കും, റെപ്ലിക്ക ബിയിൽ ഡാറ്റ സെറ്റിന്റെ ഫുൾ ഉണ്ടായിരിക്കും. ഷാർഡിൽ ആ ഡാറ്റ സെറ്റിന്റെ ഫുൾ ഉണ്ടാവണമെന്നില്ല,
പകുതിയുണ്ട്. അപ്പം നമ്മൾ ഏത് ആക്സസ് ചെയ്യണം, ഇപ്പോൾ റീഡ് ചെയ്യാൻ നമ്മൾ കറക്റ്റ് അതായത് സിങ്ക്രണൈസ് ചെയ്തിട്ട് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി, സ്കാലബിലിറ്റി ആൻഡ് അത് കൂട്ടാനും ഫോൾട്ട് ടോളറൻസ് ഹാൻഡിൽ ചെയ്യാനും നമുക്ക് പറ്റും. സോ ദാറ്റ് ഈസ് ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ. ഇതിൽ തന്നെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ഷാർഡിങ് നോക്കി റെപ്ലിക്കേഷൻ നോക്കി. അപ്പോൾ റെപ്ലിക്കേഷനിൽ പ്രൈമറി സെക്കൻഡറി കൺസെപ്റ്റ് ഉണ്ട്, പിയർ ടു പിയർ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ അപ്പോൾ രണ്ട് ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ കൺസെപ്റ്റ് വരുന്നുണ്ട്, അഥവാ ഷാർഡിങ് ആൻഡ് പ്രൈമറി സെക്കൻഡറി റെപ്ലിക്കേഷൻ. അഥവാ ഷാർഡിങ് ചെയ്യുന്നു, അതിനെ ആ ഒരു ഹൈറാർക്കി നമ്മൾ കൊണ്ടുവരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ, അഥവാ ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പല പീസസും നമ്മൾ റെപ്ലിക്ക പോലെ ഡിഫറെന്റ് സിസ്റ്റത്തിലും ചെയ്യുന്നുണ്ട്, നമ്മൾ പീസ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഷാർഡിങ് ആൻഡ് പ്രൈമറി സെക്കൻഡറി റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നോഡ് എ ഉണ്ട്, നോഡ് ബി ഉണ്ട്, നോഡ് സി ഉണ്ട്. അപ്പൊ ഈ നോഡ് എയിൽ ഇപ്പൊ നോക്കാം മാസ്റ്റർ ഷാർഡ്, അഥവാ നമ്മൾ ഈ ഒരു മെയിൻ ഡാറ്റ സെറ്റിനെ 3 പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അഥവാ എ ബി സി, അഥവാ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് 3 ഷാർഡ്സ് ഉണ്ട്. അപ്പൊ അതന്നെ നമ്മൾ റെപ്ലിക്കാസ് ആക്കിയിട്ട് ഡിഫറെന്റ് സിസ്റ്റത്തിൽ ചെയ്യാണ്. അപ്പൊ ഇവിടെ നോക്കൂ, മാസ്റ്റർ ഷാർഡ് മെയിൻ ആയിട്ട് ഒരു ഷാർഡ് എ എന്ന് പറഞ്ഞ ആ ഒരു പീസ്, അതിന്റെ തന്നെ സ്ലേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നെക്സ്റ്റ് കോപ്പി റെപ്ലിക്ക ആയിട്ട് നോഡ് ബിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഷാർഡ് എ എന്ന് പറഞ്ഞത് 2 സ്ഥലത്തുണ്ട്, 2 സിസ്റ്റത്തിലുണ്ട്. ഇനി ഷാർഡ് ബിയുടെ മാസ്റ്റർ ഇവിടെ ഉണ്ട്, അതിന്റെ സ്ലേവ് നോഡ് സിയിലുണ്ട്. ഓക്കെ, മാസ്റ്റർ ഷാർഡ് ബി ഇസ് ഹിയർ, സ്ലേവ് ഷാർഡ് ബി ഇസ് ഹിയർ. ഇനി മാസ്റ്റർ ഷാർഡ് സി ഇസ് അതിന്റെ സ്ലേവ് നമ്മുടെ നോഡ് എയിലുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാ ഒരു പീസും ഇപ്പൊ എ എന്നുള്ളത് എയുടെ റെപ്ലിക്ക വേറെ ഏതോ ഒരു സിസ്റ്റത്തിലുണ്ട്, ബിയുടെ റെപ്ലിക്കയും വേറെ ഏതോ സിസ്റ്റത്തിലുണ്ട്, സിയുടെ റെപ്ലിക്കയും വേറെ ഏതോ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ നോർമൽ ഡാറ്റാ സെറ്റിനെ നമ്മൾ 3 ഷാർഡാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൈമറി സെക്കൻഡറി ലെവലിലാണ് നമ്മൾ അതിന്റെ ഹൈറാർക്കിയും കൊടുത്തിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിനെയാണ് ഷാർഡിങ് ആൻഡ് പ്രൈമറി സെക്കൻഡറി റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ക്വറീസൊക്കെ എഴുതിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കൺസെപ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് ഇസ് ഷാർഡിങ് ആൻഡ് പിയർ ടു പിയർ റെപ്ലിക്കേഷൻ. അപ്പൊ ഷാർഡിങ് ആൻഡ് പിയർ ടു പിയർ റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ, ഷാർഡിങ് ആൻഡ് പ്രൈമറി സെക്കൻഡറി എന്ന് പറയുമ്പോൾ അതിലൊരു ഹൈറാർക്കി ഉണ്ട്. ഇത് മാസ്റ്റർ ആണ്, അതിന്റെ അടുത്ത കോപ്പി എന്ന് പറഞ്ഞാൽ സ്ലേവ് ആണ്. അപ്പം മാസ്റ്റർ സ്ലേവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരു ഹൈറാർക്കി, ഒരു ലെവലിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്റ്റർ സേവ് എന്നുള്ള പേരിൽ പറയില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ ഇപ്പൊ റെപ്ലിക്ക 1, ഷാർഡ് എയുടെ റെപ്ലിക്ക 1 ഉണ്ട്, റെപ്ലിക്ക 2 ഉണ്ട്. ഷാർഡ് സിയുടെ റെപ്ലിക്ക 1 ഉണ്ട്, ഇവിടെ റെപ്ലിക്ക 1 ഉണ്ട്, ഇവിടെ റെപ്ലിക്ക 2 ഉണ്ട്. ഷാർഡ് ബിയുടെ റെപ്ലിക്ക 1 ഇവിടെ ഉണ്ട്, റെപ്ലിക്ക 2 ഇവിടെ ഉണ്ട്. എല്ലാ നോട്ട്സും ഒരേ ലെവലിലാണെന്നുള്ളൂ, ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ ഇവിടെ സെയിം ആയിട്ടാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് ഷാർഡിങ് ആൻഡ് പിയർ ടു പിയർ റെപ്ലിക്കേഷൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഷാർഡിങ് റെപ്ലിക്കേഷൻ ആ ഒരു ബിഗ് സ്റ്റോറേജ് ഡിവൈസിൽ പറയുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കുന്നത് ക്ലസ്റ്റേഴ്സ്, ഫയൽ സിസ്റ്റം ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, NoSQL ഡാറ്റാബേസ്, ഷാർഡിങ്, റെപ്ലിക്കേഷൻ, ഷാർഡിങ് ആൻഡ് റെപ്ലിക്കേഷൻ. Next, cap theorem and asset basis we are discussing on the next video. Thank you.